ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് ഈ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അത്ര പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ചമ്മന്തിയാണ്. ഒരു ഗ്ലാസ് തേങ്ങ ചിരണ്ടിയതാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 12 ചുവന്നുള്ളിയും 4 വറ്റൽമുളകും ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള അത്രയും പുളിയും എടുത്തു വെച്ചിട്ടുണ്ട്. വാളംപുളിയാണിത്. പുളി നിങ്ങൾക്ക് എത്രമാത്രം പുളി കൂടുതൽ വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനിയും എരിവും വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടാം. 4 വറ്റൽമുളകും ഈ വലുപ്പത്തിലുള്ള ഒരു പുളിയും ചേർത്തുണ്ടാക്കിയ ചമ്മന്തിക്ക് എല്ലാം പാകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാനിലോട്ട് 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ചുവന്നുള്ളിയും വറ്റൽമുളകും പുളിയും കൂടി നമുക്കൊന്ന് എണ്ണയിലിട്ട് ചെറിയ തീയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3-4 മിനിറ്റിന് ശേഷം ഈ ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. ആ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ചൂടാറാനായിട്ട് വെക്കുക. ഇനി ഈ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ബോൾ എടുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഈ പൊരിച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വറ്റൽമുളകും പുളിയും എണ്ണയോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ തിക്കായിട്ട് അരച്ചെടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ അരച്ചെടുത്ത ഈ ചമ്മന്തി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഉപ്പും പുളിയൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഇതൊരു ബൗളിലോട്ട് മാറ്റി നമുക്ക് ഉപയോഗിക്കാം. അധികം ചേരുവകളൊന്നും ഇല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചമ്മന്തിയാണിത്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറിനാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് രുചിയുള്ള ഒരു ചമ്മന്തിയാണ്. ഇതിനു മുമ്പ് ഞാൻ തേങ്ങ കനലിൽ ചുട്ടരച്ചുണ്ടാക്കുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോ തീരുമ്പോൾ എൻ്റെ സ്ക്രീനിലും കൊടുക്കുന്നതാണ്. ഇതിലും കുറച്ചും കൂടി എളുപ്പമാണ് ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. കനലിൽ ചുട്ടെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ആ ചമ്മന്തിക്ക്. പക്ഷെ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഈ ചമ്മന്തി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റെസിപ്പീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്